ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയാം? സംസാരിക്കാൻ വന്നത് മാതാവ് പ്രസവിക്കുന്നു, പിതാവ് വളർത്തുന്നു, പോറ്റി വളർത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കുറച്ച് ദിവസം മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇന്ന് സംസാരിക്കാൻ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഫോൺ ഓണാക്കിയപ്പോൾ ഒരു താൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ ആ വീഡിയോ അതെന്താണെന്ന് നോക്കാം. അതിന് തമ്പ്നെയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നോക്കിയൊക്കെ എന്താണ് സംഭവം എന്ന് വെച്ചിട്ട് വേറെ ഒരാളുടെ വീഡിയോ ആണെന്ന് കരുതിയിട്ടാണ് നോക്കി വയ്ക്കിയത്. പക്ഷെ ആളുടെ വീഡിയോ അല്ല, വേറെ ഒരു താൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം തന്നെയാണ് അതിലുണ്ടായിരുന്നത്. ആ ഇത്ത സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്താണെന്നറിയോ, സ്വന്തം മക്കളെ നോക്കാൻ പ്രാപ്തിയില്ല, കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ആ കുട്ടിയുടെ ബാപ്പമ്മ ആ കുട്ടികളെ ഉപ്പ ഇട്ടിട്ട് പോയിട്ട് ആ ഉമ്മ ആ മക്കളെ ഏറ്റെടുത്തിട്ട് വളർത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ അത്ത പറഞ്ഞത്. തൻ്റെ അടുത്തോടു കൂടി അവരെ വളർത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അത്ത സംസാരിച്ചത്. അപ്പം ഞാനിന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യം ഇത് ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് അതിൽ കണ്ടതും ഒരു കാര്യമായിപ്പോയി. അപ്പം പിന്നെ എന്തായാലും ആ രണ്ടിനെ കുറിച്ച് തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മ ആദ്യം എവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ മാത്രമാണ് സത്യം, മാതാവ് മാത്രമാണ് സത്യം, പിതാവ് ഒരു വിശ്വാസമാണ്. അങ്ങനെ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ആ കാര്യത്തിൽ അത് സത്യം തന്നെയാണ്. എത്ര ഉമ്മമാർ മാതാവ് പ്രസവിക്കും, പിതാവ് പോറ്റി വളർത്തും എന്ന് പറഞ്ഞ ആ പോസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോണത്. ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടതിനെ കുറിച്ചും ഞാൻ പിന്നെ പറയാം. അപ്പോൾ എത്ര അമ്മമാർ പ്രസവിക്കുന്നു, മാതാവ് പ്രസവിക്കുന്നു, അത് സത്യമാണ്. അവർ പ്രസവിക്കും. അവർ 100-98 ആൾക്കാരും അവരെ സംരക്ഷിക്കുകയും ചെയ്യും. എത്ര ബാപ്പമാർ സ്വന്തം മക്കളെ അവരവരുടെ സുഖം കളഞ്ഞിട്ട് പോറ്റി വളർത്തിയിട്ടുണ്ടാവും? ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ മാതാവ് ഇപ്പോൾ ആ താത്ത പറഞ്ഞ ആ ഒരു ഉമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അവളുടെ ദുന്യാവിലെല്ലാ സുഖങ്ങളും കളഞ്ഞിട്ടാണ് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണത്, ആ മക്കളെ പോറ്റി വളർത്തണത്. അതായത് അവരുടെ ആ കുട്ടികളുടെ ഉപ്പ അവരെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയ ഒരാണൊരുത്തൻ ഇട്ടിട്ട് പോയ കാര്യമാണ് ഒരു പെണ്ണ് തൻ്റെ അടുത്തോടു കൂടി ഏറ്റെടുത്തിട്ട് ചെയ്യണത്, ആ കാര്യം നിറവേറ്റണത്. അപ്പോൾ ഒരുപാട് അവളുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പിന്നെ അവൾ ചെയ്യേണ്ട കടമകളും ഒക്കെ, അവൾ ആരോഗ്യം, ഉറക്കം എല്ലാം അവൾ ഉപേക്ഷിച്ചിട്ടാണ് ആ മക്കളെ പുലർത്തുന്നത്. അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ പറയും അവൾ തൻ്റെടിയാണ്, അവൾ ആ മക്കളെ വളർത്തി വലുതാക്കി എന്നൊക്കെ പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് അവൾക്ക് കിട്ടുമ്പോഴും ആ സന്തോഷം ഉണ്ടാവില്ല. കാരണം പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അറിയോ, അങ്ങനെ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ചില പെണ്ണുങ്ങൾക്ക് അവരുടെ നിസ്കാരം, നോമ്പ്, ഉറക്കം, സന്തോഷം, ആരോഗ്യം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ടാവുക. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നോക്കുന്ന പിതാക്കന്മാരെത്ര ആൾക്കാരുണ്ട്? അവരിപ്പോൾ അമ്മ ഇല്ലാണ്ടായപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞ് ആ കുട്ടിയുടെ മാതാവ് മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഒരു 2-3 മാസമായിട്ട് ഇരുന്ന് അത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. അവർ വേറെ കല്യാണം കഴിച്ചു കൊണ്ടിരും.
എല്ലാവരെയും അധിക്ഷേപിച്ചിട്ടൊന്നും പറയില്ല കേട്ടോ. ചില ആൾക്കാരെ കുറിച്ച് മാത്രമാണ് പറയണത്. എല്ലാവരും ഒരുപോലെ ആണെന്ന് പറയുന്നില്ല കേട്ടോ. പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പല അപൂർവം ചില ആൾക്കാരൊക്കെ ഉണ്ട്. പിതാക്കന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് അവരെന്താ പറയണമെന്ന് വെച്ചാൽ അധ്വാനിക്കാൻ പോകാനും മക്കളെ കാര്യങ്ങൾ നോക്കാനും ഒന്നും ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നവർ പറയാം. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, അവർക്ക് ആവശ്യങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ ഹെൽപ്പായിട്ട് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടികളോ മാതാവ് മരിച്ചു പോയാൽ പിതാവ് വേറൊരു കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ ആ പറ്റാത്ത ആണുങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ് ഒരു പെണ്ണ് ചെയ്യണത്. ജീവിതകാലം മുഴുവൻ ഒരാണ് തുണ ഇല്ലാണ്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന അവരെ കാര്യങ്ങൾ നോക്കണം. അധ്വാനിക്കാനും പോകണ്ടാവും, വീടും അത്യാവശ്യം ഒരു ഇരിക്കാനൊരിടമില്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടാവും. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും, സമയത്ത് സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ടാവും. അവരുടെ ആരോഗ്യം, അവർക്ക് സുഖമില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ടാവും. പിന്നെ അവർ നല്ല വഴിക്ക് അവർ നയിക്കുന്നുണ്ട്. അവരെ വൃത്തിയിൽ വെടിപ്പിൽ നടത്താൻ അലക്കൽ, കുളിപ്പിക്കൽ എല്ലാം ഈ അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ചില പിന്നെന്താ പറയുക, മനസ്സ് കരിങ്കല്ല് പോലുള്ള ആൾക്കാരുണ്ടാവും. അതേപോലെ ഒരാളെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും. അതേപോലെ പിന്നെ കണ്ടുകൂടാത്ത ആൾക്കാരുണ്ടാവും. അതായത് ഒരാൾ നല്ലപോലെ ജീവിക്കുന്നത് മറ്റാൾക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്തതുണ്ടാവും. അപ്പോൾ ആ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇവരുടെ ഒക്കെ വായിന്ന് എല്ലില്ലാത്ത നാവാണ് മനുഷ്യൻ്റെ. അവരൊക്കെ വായിന്ന് വീഴുന്ന ഓരോ വാക്കുകളും മനസ്സിന് എന്താ പറയുക, കത്തിയെടുത്ത് കുത്തുന്ന മാതിരിയുള്ള വേദനകൾ സഹിച്ച് ചിലപ്പോൾ മറുപടിയൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ മറുപടി പറഞ്ഞാലൊന്നും ആ വേദന മാറില്ല, അതവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സഹിക്കണം. അതൊക്കെ സഹിച്ച് ജീവിച്ച് ലാസ്റ്റ് മക്കളൊക്കെ ഒരു ഗതിയായി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. അതായത് പിതാവില്ലാതെ ഒരു മക്കളെ വളർത്തിയ മാതാവ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റൊക്കെ ചിലപ്പോൾ നാട്ടുകാരെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടുകാരെ കയ്യിൽ നിന്നോ മക്കളെ കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടും. പക്ഷെ ആ ആൾ മാനസികമായിട്ട് തകർന്നതിന് ആര് ഉത്തരം പറയും? മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്ന് ആ പെണ്ണ് അധ്വാനിച്ച് കൊണ്ടുവരുന്നത് അവൾക്ക് നേരത്തിന് നല്ലൊരു ഫുഡ് കഴിക്കാനൊന്നും ആ പൈസ കൊണ്ട് ഉണ്ടാവില്ല. മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാനും മക്കളെ കാര്യങ്ങൾ നോക്കാനും ഉണ്ടാവുള്ളൂ. അവിടെ ഇട്ടെടുക്കണത് വരെ വല്ലവരെ പഴയത് വാങ്ങിച്ചിട്ടാവും. അധ്വാനിക്കാൻ പോയിട്ടാന്ന് ആലോചിക്കണം കേട്ടോ. അധ്വാനിച്ചിട്ടാണ് കൊണ്ടുവന്ന് വന്ധ്യോളം പണിയെടുത്ത് കൊണ്ടുവന്നിട്ടും സ്വന്തമായിട്ട് നല്ലൊരു ഡ്രസ്സ് എടുത്തിടാനോ അല്ലെങ്കിൽ വല്ല അസുഖം വന്നോ ഡോക്ടറെ അടുത്ത് പോകാനോ അതിനൊരു മരുന്ന് കഴിക്കാനോ ഒന്നും മെനക്കെടാതെ അതൊക്കെ മക്കൾക്ക് വേണ്ടി ചിലവാക്കണം. അങ്ങനെ ആയിട്ട് പിന്നെ ഈ മറ്റുള്ളവരെ കുത്തുവാക്കുകളും കേൾക്കണം. അപ്പം അതൊക്കെയും കേട്ടിട്ടും എല്ലാവരും അവഗണിക്കും. പിന്നെ നമ്മളോട് സഹകരിക്കില്ല, നമ്മളെ സഹായിക്കില്ല. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ സഹിച്ചിട്ട് മക്കളെ വളർത്തി വലുതാക്കി വന്നിട്ട് ലാസ്റ്റ് കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റ് അതാവും. പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ ഒരു വിഷമം, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാവും. മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അങ്ങോട്ട് തകർന്ന് തരിപ്പണമായിട്ട് ഒരന്തവും ഇല്ല, ബോധവും ഇല്ല. പറയുന്നത് എന്താണ്, ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, അതൊന്നിനെ കുറിച്ച് ഒരു ബോധവും ഇല്ലാതെ, ഒരു അന്തവും ബോധവും ഇല്ലാത്ത ഒരവസ്ഥയിലാവും ഒരു പെണ്ണ്. അത് ആ കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ മാതാവ്, അമ്മ അല്ലെങ്കിൽ ഉമ്മ, അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ലാസ്റ്റ് വന്നു ചേരുന്നത്. എന്നിട്ടും നമ്മുടെ മക്കൾ വളർന്ന് വലുതായി അവരും ഈ അമ്മമാരനെ അല്ലെങ്കിൽ ഉമ്മമാരനെ ഇത്രയും ത്യാഗമൊക്കെ സഹിച്ചിട്ടും ജീവിച്ച് വന്ന് ഞങ്ങൾ വളർത്തി എന്നുള്ള ആ ഒരു പരിഗണന ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചില സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് പറഞ്ഞല്ല, ചിലപ്പോൾ മക്കളെ കയ്യിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾക്ക് 3 മക്കളാണെങ്കിൽ നമ്മൾ വളർത്തിൻ്റെ വലുതാക്കുമ്പോൾ 3 ഉണ്ടാവുള്ളൂ. കുറച്ചൊരു വലുതായ എല്ലാവരും 2 ആവും. മോളാണെങ്കിൽ അവൾക്കൊരു ഭർത്താവ് വരും, മോനാണെങ്കിൽ അവൾക്കൊരു ഭാര്യ വരും.
പിന്നെ അവർക്ക് ഈ 2-3 കുട്ടികൾ വരും. അപ്പോൾ ഓരോരുത്തർ ഒരു മോള് അല്ലെങ്കിൽ ഒരു മോനായാലും മോനൊക്കെ 2-3 ആയി മാറും. അപ്പോൾ ഉമ്മ അവിടെ ഒരു ബാധ്യതയും 3-4 മക്കളുള്ളവർക്കും 2 ഉള്ളവർ 3 കാര്യം തന്നെ പറയുന്നത് എല്ലാവരുടെ കാര്യം. അപ്പോൾ അമ്മ അല്ലെങ്കിൽ ഉമ്മ അവിടെ ഒരു ബാധ്യതയും. അപ്പോഴാണ് ചിന്തിക്കണത് ഉമ്മമാരല്ലെങ്കിൽ അമ്മമാർ ചിന്തിക്കുന്നത് എനിക്ക് എന്തൊക്കെ നഷ്ടം വന്നു, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ അധ്വാനിച്ചിട്ടും ആയുഷ്കാലം മുഴുവനും 10-40 വർഷം ജീവിച്ചിട്ട് ഒരു നല്ല ഡ്രസ്സ് എടുത്തിട്ട് ഇടാൻ പോലും എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല അല്ലെങ്കിൽ യോഗം ഉണ്ടായില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് അപ്പോഴാവും. അപ്പോഴും നഷ്ടപ്പെടാനൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. മറ്റൊരാൾ അങ്ങനെ ചെയ്തു വരുന്നത് കാണുമ്പോൾ മോളെ ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ കയ്യിലുള്ളത് കുഞ്ഞു മക്കളാണ്. അവർക്കൊരിക്കലും അവർ വലുതായ ഞങ്ങളെ നോക്കില്ല അല്ലെങ്കിൽ ഇന്ന ആളുടെ അനുഭവം ഇന്ന പോലെയാണ് അപ്പോൾ അതേപോലെ വരുന്നൊന്നും ചിന്തിക്കാനൊന്നും അവർക്കപ്പോൾ കഴിയില്ല. അവർക്ക് അവരുടെ മക്കളെ നല്ല ഫുഡും ഭക്ഷണവും വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വളർത്തണം എന്നുള്ള ഒരു ഇതാണ് എപ്പോഴും ഉണ്ടാവുക. ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരാൾ ഈ ഒന്ന് ചെയ്യുന്ന മറ്റൊന്നിന് വളവും എന്ന് പറഞ്ഞാൽ ഒരാളുടെ അനുഭവം മറ്റൊരാൾക്ക് പാടാക്കാൻ പറ്റില്ല. ഈ മക്കൾ നമ്മളെ സംരക്ഷിക്കില്ല അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഒന്നും നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത് ആർക്കും അനുഭവിച്ചവർക്ക്, അല്ലാതെ അത് മറ്റൊരാൾക്ക് പറഞ്ഞാലും അത് മനസ്സിലാവില്ല. ഒന്നാമത്തെ അത് കണ്ടറിയാനുള്ള ആൾക്കാർക്ക് ഇന്നും പറ്റില്ല, ഇന്നും പറ്റില്ല, ഇനി എന്നും പറ്റില്ല. മനസ്സിലായോ? ഒന്ന് ചീഞ്ഞൊന്ന് വളാവെന്ന് പറയാം. അപ്പോൾ ഒരാൾക്കൊരു എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ നമ്മൾ ആൾക്ക് ഇന്ന അബദ്ധം പറ്റിയതാണ് അപ്പം നമ്മൾ സൂക്ഷിക്കണം എന്ന് നമ്മൾ ചിന്തിക്കൂലേ? അത് ഈ ഒരു കാര്യത്തിൽ അത് പറ്റില്ല. ഈ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ അതെന്തായാലും പറ്റില്ല, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഒരിക്കലും ഉമ്മ പ്രസവിച്ച് വാപ്പ പോറ്റി വളർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവമില്ല. ഞാൻ അനുഭവിച്ചിട്ടില്ല. ഉമ്മ പ്രസവിച്ചത് തന്നെയാണ്, എൻ്റെ അമ്മ പ്രസവിച്ചത് തന്നെയാണ്. ഉമ്മ പ്രസവിച്ചിട്ട് അല്ലെങ്കിൽ അമ്മ പ്രസവിച്ചിട്ട് പിതാവ് പോറ്റി വളർത്തി അവരെ സുഖം കളഞ്ഞിട്ട് പോറ്റി വളർത്തി എന്നുള്ള അനുഭവം എനിക്കില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഈയിടായിട്ട് 2-3 പേരുടെ അനുഭവം എനിക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ പ്രസവിച്ച് വാപ്പ പോറ്റി വളർത്തുന്നത് കാണുന്നുണ്ട്. അത് എത്രകൊണ്ട് കാലം ഉണ്ടാവും എന്നൊക്കെ അതൊക്കെ അല്ലാതെ എടുക്കണ കാര്യമാണ്. അപ്പോൾ എനിക്ക് അനുഭവമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത്. ഉമ്മ പ്രസവിച്ച് വാപ്പ പോറ്റി വളർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഒരു അഭിപ്രായം പറയാൻ തോന്നിയത് അതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.